നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർ ഉറപ്പായിട്ടും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങൾ ഈ വായന കാണുന്നതെങ്കിൽ സന്യാസ ജീവിതം മതിയാക്കി ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങാൻ പോകുന്നതിൻ്റെ അടയാളമാണ്. അപ്പോൾ വളരെയധികം യാദൃശികമായി ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങൾ ഈ വായന കാണുന്നതെങ്കിൽ, ഈ വായന നിങ്ങളുടെ കണ്ണിൽ പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ സന്യാസയോഗം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ ഉറപ്പായിട്ടും ഈ വായന നിങ്ങൾക്ക് ഫലപ്രദമാവുന്നതായിരിക്കും. ഈ വ്യക്തിയുടെ നിലപാട്, ഇപ്പോഴത്തെ അവസ്ഥ, നിങ്ങളോടുള്ള മനോഭാവം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെയായിട്ട് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതായി ഇവിടെ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇതാരുടെയും തെറ്റുകൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമല്ല, ഒരു വേർപിരിയലല്ല. പക്ഷെ എന്തുകൊണ്ടോ തേർഡ് പാർട്ടി അവസ്ഥകൾ കൊണ്ടായിരിക്കാം, മോശപ്പെട്ട സാഹചര്യങ്ങൾ വന്നു ചേർന്നതിനാലായിരിക്കാം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും വളരെയധികം അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഈ വ്യക്തിയിൽ നിന്നും അകലം പാലിച്ച് നിൽക്കുന്നത്. ഇതിൽ ആര് തന്നെ ആയാലും ഇത്രയും കാലം നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമെന്നോ അല്ലെങ്കിൽ ഈ പ്രണയബന്ധം ഇനി വീണ്ടും തിരിച്ചു വരുമെന്നോ അങ്ങനെയുള്ള പ്രതീക്ഷകൾ, അങ്ങനെ ഒരു പ്രതീക്ഷ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു നിങ്ങളുടെ കാര്യത്തിൽ. എത്രമാത്രം അകറ്റി നിർത്തിയാലും, ദൂരേക്ക് അകന്നു പോയാലും ഈ പ്രണയബന്ധം എപ്പോഴായാലും തനിക്ക് തിരിച്ചു കിട്ടും, തനിക്ക് സ്വന്തമാണ് എന്നുള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം പോയി മറിഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള ആത്മീയ ഉണർവിലേക്ക് ഈ വ്യക്തി വഴിമാറിപ്പോകുന്നുണ്ട്. ഇത്രയും കാലം താൻ ചെയ്തു പോയിട്ടുള്ള കർമ്മങ്ങളും മോശപ്പെട്ട പ്രവർത്തികളും നിങ്ങളെ ദ്രോഹിച്ചതും എല്ലാം തന്നെ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ പലതും ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയുവാൻ സാധിക്കുന്നില്ല, ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുവാൻ കഴിയുന്നില്ല. കാരണം ഈ വ്യക്തിക്കറിയാം, ഈ പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ വ്യക്തി തന്നെയാണ് എന്നുള്ള സത്യം. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങൾ അകന്നു പോകുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ പ്രണയബന്ധം മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിനുള്ള വിഷമം നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യമൊക്കെ മാനസികപരമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ബന്ധമൊന്നുമില്ലാതെ എല്ലാത്തിൽ നിന്നും വളരെയധികം അകന്നാണ് ഈ പേഴ്സൺ നിന്നിരുന്നത്. പലപ്പോഴും നിങ്ങൾ പോലും വിചാരിച്ചിട്ടുണ്ടാകാം ഈ വ്യക്തി ഇതെന്തൊരു മനുഷ്യനാണ് എന്ന്. കാരണം മാനസികപരമായിട്ട് ഒരു തരത്തിലും നിങ്ങൾ ഈ വ്യക്തിക്ക് മുന്നിൽ നിന്ന് കരഞ്ഞിട്ട് വരെ ഉണ്ടാകാം. കരഞ്ഞു പോലും, മനസ്സ് നൊന്ത് കരഞ്ഞിട്ട് പോലും ഈ വ്യക്തിയുടെ മനസ്സലിയാത്ത തരത്തിലുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ ആ അമിത ആത്മവിശ്വാസവും അഹങ്കാരവും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ വ്യക്തി ഇതാ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നതും അതുതന്നെയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഏറ്റവും പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കാൻ തന്നെയാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതം മുഴുവനുമായി ഇരുട്ടിലായി പോകും എന്നുള്ള സത്യം ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ പ്രണയബന്ധത്തെയും നിങ്ങളെയും സംരക്ഷിക്കുവാനും ഈ വ്യക്തിയുടെ കൈയോട് ചേർത്ത് വെക്കുവാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ആരെങ്കിലുമൊക്കെ ഈ പ്രണയബന്ധത്തിലേക്ക് വന്നോട്ടെ, ആരെങ്കിലുമൊക്കെ തേർഡ് പാർട്ടി ആയിട്ട് വന്നോട്ടെ, ഈ പ്രണയബന്ധം മുറിച്ചു മാറ്റിക്കോട്ടെ, അല്ലെങ്കിൽ നശിപ്പിച്ചോട്ടെ, എന്തെങ്കിലും ചെയ്തോട്ടെ, എനിക്കൊന്നുമില്ല എന്നുള്ളൊരു ധിക്കാരത്തോടെയാണ് ഈ പേഴ്സൺ നിലനിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സ്വഭാവമെല്ലാം, ആറ്റിറ്റ്യൂഡെല്ലാം മാറ്റിക്കൊണ്ട് വളരെയധികം കാര്യഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലകൊള്ളുന്നത്. സന്യാസ ജീവിതം എന്തു തന്നെയായാലും ഈ വ്യക്തിക്ക് മതിയായിട്ടുണ്ട്.
ഈ വ്യക്തിക്ക് വേണ്ടുന്ന എല്ലാ കാര്യവും ഈ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. ജോലി, പണം, പ്രശസ്തി, അല്ലെങ്കിൽ ആരോഗ്യം, സന്തോഷം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഈ വ്യക്തി സമൃദ്ധിയോടെയാണ് ജീവിച്ചു മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥയും അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടു പോകുന്നത് പ്രണയത്തിന്റെ കാര്യത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് വിവാഹം ചെയ്തോ പ്രണയിച്ചോ ഒക്കെ വളരെയധികം സെറ്റിൽഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിലാണ് ഇവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വഴി തെറ്റിപ്പോകുന്നത്. അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ പല സാഹചര്യങ്ങളിലും ഒറ്റപ്പെടലുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. കൂടെയുള്ള വ്യക്തികളെല്ലാം തന്നെ കമ്മിറ്റഡ് ആയിരിക്കാം. എല്ലാവർക്കും അവരുടേതായ പരിശുദ്ധമായ പ്രണയവും കുടുംബജീവിതവും ഉണ്ടായിരിക്കാം. ഈ വ്യക്തിയാണെങ്കിൽ പ്രൊഫഷണൽ പരമായിട്ടും മറ്റെല്ലാ രീതിയിലും സ്വന്തം കഴിവുകൾ പ്രകടിപ്പിച്ചും ഉയർത്തിപ്പിടിച്ചുമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ പോലും എല്ലാ മേഖലയിൽ കൊണ്ടുവരാൻ പറ്റിയ വിജയം ഈ പേഴ്സന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഒരു പങ്കാളിയെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ആ കഴിവ് വന്നില്ല എന്നാണ് കാണിക്കുന്നത്. അത് ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പോരായ്മയായിട്ടും ഇല്ലായ്മയായിട്ടും കഴിവുകേടായിട്ടും കാണുന്നു. ഇതൊരു പക്ഷെ ഇതിനെക്കുറിച്ച് മറ്റുള്ളവർ ഈ വ്യക്തിയുമായി ചർച്ച ചെയ്യുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുമായിട്ട് അടുപ്പത്തിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചില ദുർഘടം പിടിച്ച അവസ്ഥകൾ ഉണ്ടായിരുന്നതായി കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അതൊരു കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മോശപ്പെട്ട സാഹചര്യങ്ങളായിരിക്കാം, വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തന്നെ സ്വയം തീരുമാനമെടുത്ത് അകന്നു പോയതായിരിക്കാം. നിങ്ങൾ രണ്ടുപേരിലും ഉള്ള ചില മാറ്റിവെക്കാനാകാത്ത സ്വഭാവ രീതികൾ, അതുമൊക്കെ ഇതിനൊരു കാരണമാകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ വിവാഹത്തിലേക്കും ഒരുമിച്ച് ജീവിക്കാനുമുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ സന്യാസ ജീവിതം വളരെയധികം ദുഃഖകരമായി തീരും എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഇപ്പോൾ സ്നേഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മുന്നിൽ കീഴടങ്ങണമെങ്കിൽ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുവാൻ തന്നെയാണ്. ആ കീഴടങ്ങൽ എന്ന് പറയുന്നത് ഒരിക്കലും തോറ്റു കൊടുക്കുന്നതല്ല, സ്നേഹത്തോടു കൂടി കീഴടങ്ങുന്നത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ വ്യക്തി ഒരുപാട് അധ്വാനിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ധാരാളം സമ്പാദിക്കുകയും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഈ വ്യക്തിയുടെ മനസ്സിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യചിഹ്നം എന്ന് പറയുന്നത്, ഇതൊക്കെ ആർക്കു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത്? ഇതിന്റെ അവസാനം നാളെ എന്തായി തീരും എന്നിങ്ങനെയുള്ള ചിന്തകളാണ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും പോസിറ്റീവായി മാറിയിരിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു പോസിറ്റിവിറ്റിയെ ഈ വ്യക്തിക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആവാഹിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഒന്നിലും ഒരു കാര്യത്തിലും അങ്ങോട്ട് ആസ്വദിക്കാനോ തൃപ്തിപ്പെടാനോ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കാൻ തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ശക്തമായി തന്നെ ഈ പേഴ്സൺ അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമിയോളം ക്ഷമിക്കാൻ തന്നെയാണ് ഈ വ്യക്തിയുടെ തീരുമാനം. ഇല്ലെങ്കിൽ നിങ്ങളുമായി നല്ലൊരു ധാരണയിൽ മുന്നോട്ട് പോകാനാകില്ല എന്നത് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഇത്രയും കാലം നിങ്ങളാണ് ഈ വ്യക്തിയുടെ പുറകെ പോയതെങ്കിൽ ആ ദുഃഖം അല്ലെങ്കിൽ ആ ഒരു തെറ്റെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വലിയൊരു പാഠമാക്കിയെടുത്ത് അതിനെ പരിഹരിക്കുവാൻ വേണ്ടി ഈ വ്യക്തി ഇതാ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ഇവിടെ അവസാനത്തെ ഊർജം സെറിമണിയാണ് ലഭിച്ചിട്ടുള്ളത്. അതൊരു വിവാഹത്തെയും ഒരുമിച്ചുള്ളൊരു ജീവിതത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഊർജമാണ്. അത് മാത്രമല്ല, ഈ വ്യക്തി എത്രമാത്രം റിസ്ക് എടുത്തുകൊണ്ടും എത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയ ജീവിതത്തെ മറ്റാരെ കൊണ്ടും തകർക്കുവാൻ ഇനി അങ്ങോട്ട് ഈ വ്യക്തി അനുവദിക്കുകയില്ല. ഇത്രയും കാലം എങ്ങനെയെങ്കിലും ഈ ബന്ധം മുന്നോട്ട് പൊയ്ക്കോട്ടെ, എനിക്കൊന്നുമില്ല എന്നുള്ളൊരു ചിന്താഗതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴോ ഈ വ്യക്തി ശക്തമായി തന്നെ മനസ്സിലാക്കുന്നു. കാരണം നിങ്ങളുടെ കാര്യത്തിൽ അത്രമേൽ വ്യാകുലതകൾ വന്നു ചേർന്നിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ആവശ്യം ഈ വ്യക്തിക്കാണ് ഈ പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ ഈ വ്യക്തിയുടെ ആവശ്യം വളരെയധികം ഉയർന്ന തലത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യാദൃശികമായിട്ടാണ് ഈ വായന കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതിലൂടെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ഈ പ്രണയബന്ധം
പ്രണയബന്ധത്തിൽ നിങ്ങൾ ഉടനീളമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്യാസ ജീവിതം അല്ലെങ്കിൽ ഒറ്റപ്പെട്ടുള്ള ജീവിതം, അതിന് ഒരു അറുതി വരാൻ പോകുന്നു, അവസാനം വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാം ഓരോ മനുഷ്യന്റെയും മനസ്സ് പോലെയാണ് ഇരിക്കുന്നത്. ആ മനസ്സ് ശരിയാകണമെങ്കിൽ അത് പ്രപഞ്ചശക്തി തന്നെ തീരുമാനിക്കുക തന്നെ വേണം. പക്ഷേ പ്രപഞ്ചം നമ്മളുടെ ഇഷ്ടം അറിയണമെങ്കിൽ നമ്മൾ ഉറപ്പായും പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റേഷൻ ചെയ്യുകയും ചെയ്തേ മതിയാകും. ആ ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പല കാര്യങ്ങളും ഇനി അങ്ങോട്ട് സാധ്യമാക്കി കിട്ടുവാൻ പോകുന്നു. സാധ്യമാക്കി തരുന്നത് പ്രപഞ്ചശക്തി തന്നെയായിരിക്കും. അത് നിങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ അതിനോടുള്ള സമർപ്പണ ബോധവും കൊണ്ട് തന്നെയായിരിക്കും. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വായന എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.